ശബരിമല പോലെ ഇത്രയും പരിപാവനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തിന്. അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനില്ലേ? ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അതിനുള്ള ഗൗരവമേ ഈ സംഭവത്തിന് അദ്ദേഹം കാണുന്നുള്ളൂ? ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണമായ ഗൗരവത്തോടുകൂടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ തന്നെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മുമ്പിൽ ആധികാരികമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തൊരു വിനയം! കാര്യത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥ നേതൃത്വം ആരുമാവട്ടെ അവർ അതിശക്തവും ദയാരഹിതവുമായ നടപടിക്ക് വിധേയമാക്കപ്പെടും. അതാണ് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ഗൗരവത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടി നൽകി. കോടതി കണ്ടുപിടിച്ചത് മാത്രമല്ലല്ലോ, കോടതിയല്ലല്ലോ, ദേവസ്വം വിജിലൻസ് അല്ലേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യില്ലാന്ന്. അതായത് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ ഇത്രയധികം വരുന്ന സ്വത്തുവകകൾ കാണാതെ പോയിട്ടും അത് മൂടി വച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതിയെന്ന് തിരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത് മന്ത്രിമാരാക്കിയും ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അശേഷം ഏശിയിട്ടില്ല, അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അന്തസ്സായി അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ടാണോ 3ാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ആ കാര്യത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്കുള്ള അഭിപ്രായം തന്നെയാണ് CPIM-നുള്ളത്. ആ അഭിപ്രായം എന്താണെന്ന് അങ്ങേക്കറിയില്ലെങ്കിൽ ആ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന കൊള്ളാമെന്നാക്കിയിരിക്കാം സ്ഥാപനത്തിലെ പുറത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ആ അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഒരു സംശയം വേണ്ടതില്ല. വീണ്ടും ഭരണം കിട്ടിയത് നല്ല യുക്തി തന്നെ. ഞാൻ ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല.